അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9 ഫിഖ്ഹ് വിഷയവുമായി ബന്ധപ്പെട്ട് അതിലെ ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ മലയാളം എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. പാഠഭാഗത്തിലെ അർത്ഥങ്ങളും അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. വഫിഖ് യോജിപ്പിച്ചു കൊടുക്കാനാണ്. 1. ലാ യജൂസു ബൈഉ സമറത്തി, പഴക്കച്ചവടം ശരിയാവുകയില്ല. ലാ യജൂസു ബൈഉ സമറത്തി, പഴം പാകമാകുന്നതിന് മുമ്പുള്ള പഴക്കച്ചവടം അത് ശരിയാവുകയില്ല. അതിന് യോജിച്ചത് ഇല്ലാ ബഅദ ബുദുവി വസ്വലാഹിഹ, അതിൻ്റെ മേന്മ വെളിവാകുന്നതിന് ശേഷമല്ലാതെ. 2. യദ്ഖുലു ഫി ബൈഇ ഷജരി, മരം വിൽക്കുന്നതിൽ പ്രവേശിക്കും. എന്തൊക്കെ? യോജിച്ചത് ഇറഖുൻ വഗുസ്നുൻ റതുബുൻ, പച്ചയായ കൊമ്പും അതുപോലെ തന്നെ അതിൻ്റെ വേരുകളും. 3. ബൈഉ ഷൈഇൻ മൗസൂഫിൻ ഫി ദിമ്മത്തി, അതായത് ഒരു വസ്തുവിൻ്റെ ഗുണവിശേഷണങ്ങൾ വിവരിച്ച് ബാധ്യതയായിട്ട് ഉറപ്പിച്ച് നടത്തിയ ഒരു കച്ചവടം. ആ കച്ചവടത്തിന് പറയുന്ന പേരെന്താണ്? അസ്സലാമു, സലാമ് കച്ചവടമാണ്. 4. അർ-റിബവിയു, റിബവിയ്, പലിശബാധകമാകുന്ന വസ്തുക്കൾ. അത് ഏതൊക്കെയാണ്? നഖ്ദുൻ വമത്ഊമുൻ ഫഖത്ത്, ഈ പറഞ്ഞതുപോലെ കറൻസിയും ഭക്ഷണ സാധനങ്ങളും മാത്രമാണ്. 5. സിയാദത്തു അഹദിൽ ഇവളൈനി, പകരമായി നൽകുന്ന 2 വസ്തുക്കളിൽ ഒന്നിനെ വർദ്ധിപ്പിക്കുന്നത്. അതെന്താണ്? അതേതിലാണ് പെടുക? റിബൽ ഫളലാണ്. റിബൽ ഫളൽ. ഇനി 6 കുല്ലു അൻവാഇ റിബ, കുല്ലു അൻവാഇ റിബ, എല്ലാ തരത്തിലുള്ള പലിശ ഇടപാടുകളും. എന്താണ് അത്? കുല്ലു അൻവാഇ റിബ എന്നുള്ളതിൻ്റെ ഹറാമും ബിൽ കിതാബി വസ്സുന്നത്തി, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഹറാമാക്കപ്പെട്ടത് തന്നെയാണ്. 7. അൽ ഖബൂല്, ഖബൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബൂൽ എന്ന് പറഞ്ഞാൽ മാദല്ല അലാ തമല്ലുക്കി, ഉടമസ്ഥത നേടുന്നതിനെ വ്യക്തമായി അറിയിക്കുന്ന വാചകമാണ് ഖബൂൽ. ഇനി അടുത്ത പ്രവർത്തനം തമ്മീം, പൂർത്തിയാക്കാൻ. ഖാല അല്ലാഹു തആല വഅഹല്ലല്ലാഹുൽ ബൈഅ വ ഡാഷ് വഹറമ റിബ, അല്ലാഹു തആല പറഞ്ഞു. അള്ളാഹു പറഞ്ഞ എന്താണ്? കച്ചവടം അനുവദനീയമാക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. 2. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. ആക്കില റിബ വ മൂക്കിലഹു വ കാതിബഹു വ ഷാഹിദൈനി വ ഡാഷ്, ആക്കില റിബ വ മൂക്കിലഹു വ കാതിബഹു വ ഷാഹിദൈനി വഖാല ഹും സവാഉൻ, പലിശ തിന്നുന്നവനെയും അതുപോലെ തന്നെ അത് തിന്നിക്കുന്നവനെയും അത് എഴുതിയവനെയും അതിന് 2 സാക്ഷികൾ നിന്നവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു അവരെല്ലാവരും സമന്മാരാണ്. ഇനി 3. അൽ ബയ്യിആനി ബിൽ ഖിയാരി മാലം യതഫറഖ ഔ യഖൂല ഡാഷ്, അൽ ബയ്യിആനി ബിൽ ഖിയാരി മാലം യതഫറഖ ഔ യഖൂല അഹദുഹുമാ ലിൽ ആഖിരി ഇഖ്തർ. 4. സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
അയ്യുൽ കസ്ബി അത്തയ്യബു ഫഖാല അമലു റജുലു ബിയദിഹി വകുല്ലു ഡാഷ് വകുല്ലു ബൈഇം മബ്റൂരിൻ. ഇനി അടുത്ത പ്രവർത്തനമാണ് അരിഫ്. നിർവചനം എഴുതാനാണ് കേട്ടോ. 1. അൽ ബൈഉ, എന്താണ് കച്ചവടം? കച്ചവടം എന്ന് പറഞ്ഞാൽ ഹുവ മുഖാബലത്തു മാലിൻ ബി മാലിൻ അലാ വജിഹി മഖ്സൂസിൻ, പ്രത്യേക രീതിയിൽ ഒരു ധനത്തിന് പകരം മറ്റൊരു ധനം കൈമാറുന്നതിനാണ് കച്ചവടം എന്ന് പറയുന്നത്. 2. അൽ മുആതാത്തു, എന്താണ് മുആതാത്ത്? വഹുവ അൽ അഖദു വൽ ഇഅ്താഉ ബിലാ ഈജാബി വ ഖബൂലിൻ, ഈജാബും ഖബൂലും ഇല്ലാതെ സാധനം വിലയും പരസ്പരം എന്ത് ചെയ്യുക, കൈമാറുന്ന രീതിയാണ് മുആതാത്ത്. 3. റിബൽ യദ്. റിബൽ യദ് എന്ന് പറഞ്ഞാൽ വഹുവ മുഫാറഖത്തുൻ അഹദിൽ ആഖിദൈനി ഖബ്ല തഖാബുൽ, ഇടപാടുകാർ രണ്ടുപേരും കച്ചവട വസ്തുക്കൾ പരസ്പരം കൈമാറ്റുന്നതിന് മുൻപായി ആ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോവുക എന്നതാണ് റിബൽ യദ്. 4. റിബൽ ഖർദ് വഹുവ ഷർത്തുൻ നഫ്ഇൻ ലിൽ മുഖ്രിദി ഫിൽ അഖദി ഗൈറി നഹ്വി റഹിനിൻ, പണയം പോലെയുള്ള കാര്യങ്ങളല്ലാതെ കടം നൽകുന്ന ആൾക്ക് എന്തെങ്കിലും പ്രത്യേക ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടപാടിൽ നിബന്ധന വെക്കുന്നതിനാണ് റിബൽ ഖർദ് എന്ന് പറയാം. അടുത്ത പ്രവർത്തനം മുക്തുബുൽ ഇസ്നൈനി, 2 വീത ഉദാഹരണം എഴുതണം. 1. ഷുറൂത്ത് സലം, സലം കച്ചവടത്തിൻ്റെ 2 ഷർത്തുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോകളിലൊക്കെ. അപ്പോൾ ആ 2 സലം കച്ചവടത്തിൻ്റെ 2 ഷർത്തുകൾ അവിടെ എഴുതി കൊടുക്കണം. അറബിയിൽ എഴുതാൻ അറിയുമെങ്കിൽ അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ മലയാളം എഴുതി കൊടുക്കുക കേട്ടോ. 1. ഖബ്ലു സമനി ഖബ്ല തഫറുഖി, പിരിയുന്നതിന് മുമ്പ് സദസ്സിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പ് വില വാങ്ങലാണ്. 2. കൗനുൽ മുസ്ലിം ഫീഹി ദൈനൻ, കച്ചവട വസ്തു ബാധ്യതയായി നിശ്ചയിക്കപ്പെട്ടതായിരിക്കുക. ഇനി 2. അൻവാഉൽ ഖിയാർ. അൻവാഉൽ ഖിയാർ, ഖിയാറിൻ്റെ ഇനങ്ങൾ. ഖിയാർ എന്നാൽ ഇടപാട് സദസ്സിലെ ഖിയാറുകൾ, ഇനങ്ങൾ ഏതൊക്കെയാണ്? 1. ഖിയാറുൽ മജ്ലിസ്, ഇടപാട് സദസ്സിലെ ഖിയാറാണ്. 2. ഖിയാറു ഷർത്ത്, നിബന്ധന വെച്ചുകൊണ്ടുള്ള ഖിയാർ. 3. അർക്കാനുൽ ബൈഅ, കച്ചവടത്തിൻ്റെ റുക്നുകൾ ഏതൊക്കെയാണ്? 1. ബായ, വിൽക്കുന്നയാൾ. 2. മുഷ്തരി, വാങ്ങുന്നയാൾ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എഴുതി കൊടുക്കുക. മബിയ, അതുപോലെ സമന്, ഈജാബ്, ഖബൂൽ. 4. അർക്കാനു സലം, സലം കച്ചവടത്തിൻ്റെ റുക്നുകൾ, ഘടകങ്ങൾ. 1. ആരാണ്? മുസ്ലിമുൻ, അതായത് സലം കച്ചവടത്തിൽ മുൻകൂട്ടി പണം നൽകുന്നയാൾ. 1. 2. മുസ്ലിമുൻ ഇലൈഹി, പണം വാങ്ങുന്ന ആൾ. പിന്നെ മുസ്ലിമുൻ ഫീഹി, അതുപോലെ റഅ്സുൽ മാൽ സീഗ, ഇതൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്, അർക്കാനു സലമിൽപ്പെട്ട തന്നെയാണ്. ഇതിലേത് എഴുതിയാലും കുഴപ്പമില്ല. ഇനി അടുത്ത പ്രവർത്തനം മജിബ്, ഉത്തരം എഴുതാം. മതാ യസ്ബത്തു ഖിയാറുൽ ഗൈബ്, എപ്പോഴാണ് കേടുപാടുകൾ കാരണമുള്ള ഖിയാർ സ്ഥിരപ്പെടുക, അതായത് തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം ഇദാ ലഹറ ഗൈബുൻ ഖദീമുൻ ലം യഗ്രിഫുൽ ആഖിദു വഖ്തുൽ അഖദി, ഇടപാട് നടത്തുന്ന സമയത്ത് കച്ചവടക്കാരൻ അറിഞ്ഞിട്ടില്ലാത്ത പഴയതായ എന്തെങ്കിലും കേടുപാടുകൾ വെളിവാകുമ്പോഴാണ് അവനക്കത് സ്ഥിരപ്പെടുക. 2. മാതാ യദ്ഖുലു ഫി ബൈഇദ്ദാരി, വീട് കച്ചവടത്തിൽ എന്തെല്ലാം പ്രവേശിക്കും? ഒരു വീട് വിൽക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ അവന് ലഭിക്കും? അത് 1. അതിലെ ഭൂമി, അതുപോലെ മരം, കെട്ടിടം, ഘടിപ്പിച്ചിട്ടുള്ള വാതിലുകൾ, ഉറപ്പിച്ചിട്ടുള്ള പൂട്ടുകൾ എന്നിവ ലഭിക്കും. ഷജറുൻ, അതുപോലെ വൽ ബിനാഉ വ അബ്വാബുൻ മൻസൂബത്തുൻ വ അഗ്ലാഖുഹ
മുസ്ബത്തത്തുൻ. ഇനി 3, മാതാ യുഷ്തറത്തു ഫി ബൈഇ റിബവിയ്യി ബിജിൻസിഹി. പലിശ വസ്തുക്കൾ ഒരേ ഇനത്തിൽപ്പെട്ടവ തമ്മിൽ വിൽക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാം? അത് 1 അൽ ഹുലൂലു, രണ്ടാമത്തെ വൽ തഖാബുലു ഖബ്ല തഫറഖി വൽ മുമാസലത്തു. ഈ 3 എണ്ണമാണ്. കടമില്ലാതെ അപ്പോൾ തന്നെയാവുക, അപ്പം തന്നെ റൊക്കമായിട്ട് കൊടുക്കുക. പിന്നെ പിരിയുന്നതിന് മുമ്പ് കൈമാറുക, അത് രണ്ടാമത്തത്. 3, 2 വസ്തുക്കളും ഒരേ അളവിലോ തൂക്കത്തിലോ തുല്യമായിരിക്കുക. അതാണ് ഷർത്തുകൾ. ഇനി 4, മാതാ യുസ്തറത്തു ഫിൽ ആഖിദി. ഇടപാടുകാരനിൽ ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്? 1 തക്ലീഫാണ്, രണ്ടാമത്തത് ഇഖ്തിയാറുൻ, മൂന്നാമത്തത് ഇസ്ലാമുൻ ലി തമല്ലുക്കി മുസ്ഹഫ്. അതായത് പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായിരിക്കണം എന്നതാണ് തക്ലീഫ്. 2 ഇഖ്തിയാർ, സ്വന്തം താല്പര്യപ്രകാരമായിരിക്കണം. മൂന്നാമത്തത് ഇസ്ലാമുൻ ലി തമല്ലുക്കി മുസ്ഹഫി, ഈ ഖുർആനാണ് വാങ്ങുന്നതെങ്കിലും മുസ്ലിമായിരിക്കുക എന്നതാണ് ഷർത്തുള്ളത്. ഇനി അടുത്തത് കമ്മിൽ, പൂരിപ്പിക്കാനാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനിസ്തസ്ലഫ ഡാഷ് ഫൽയുസ്ലിഫ് ഡാഷ് മഗ്ലൂമിൻ ഡാഷ് മഅലൂമിൻ ഡാഷ് മഅലൂമിൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനിസ്തസ്ലഫ ഫി ഷൈഇൻ ഫൽയുസ്ലിഫ് ഫി കൈലിൻ മഅലൂമിൻ വ വസ്നിൻ മഅലൂമിൻ ഇലാ അജലിൻ മഅലൂം. അവസാനത്തത് തർജിം ചെയ്യാനാണ്. ലാ യജൂസു ബൈഉ സറഇൻ ലം യബ്ദു സലാഹുഹു ഇല്ലാ ബിശറത്തി ഖത്ഇഹി ഔ ഖൽഇഹി. അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കണം. വിളവ് പാകമായിട്ടല്ലാത്ത കൃഷി വിൽക്കൽ അനുവദനീയമല്ല, എന്നാൽ അത് മുറിച്ചെടുക്കുമെന്നോ അല്ലെങ്കിൽ വേരോടെ പിഴുതെടുക്കുമെന്നോ ഉള്ള നിബന്ധനയോടുകൂടെ വിൽക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.